ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ റാണീൻ്റെ ഫോട്ടോ വരച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൂപ്പീനെ വരച്ച് തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിനക്ക് ചോറ് തരില്ല എന്നെൻ്റെ ഭാര്യ അഥവാ എൻ്റെ ഡാക്കു എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നുമല്ല. അടുത്ത് വരയ്ക്കുന്ന പിക്കും കൂടെ ക്ലോസ് ടു ഫാമിലി ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചെൻ്റെ വിശാല മനസ്കത കൊണ്ട് ആണ് ഞാനിത് വരയ്ക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പൂപ്പി. സോറി, എൻ്റെ ഭാര്യേൻ്റെ പൂപ്പി. എന്നെ ഇവൾ അടുപ്പിക്കാറില്ല. പൂപ്പി എന്നെ അടുപ്പിക്കാറില്ല. അല്ല, അങ്ങനെയും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ പുള്ളിക്കാരി അതൊക്കെ തിന്നാറുണ്ട്. എന്നെ പേടിച്ചിട്ടാണത്രേ ഞാൻ വിളിച്ചാലൊന്നും പുള്ളിക്കാരി അടുത്തോട്ട് വരാത്തത്. പക്ഷേ ഇവളുടെ കുര കണ്ട് എൻ്റെ മുട്ട് കൂട്ടിയിടിക്കുന്നൊന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ ആ ഭീഷണിയിൽ ആ റിക്വസ്റ്റിൽ അത് പരിഗണിച്ച് ഞാൻ പൂപ്പീനെ വരയ്ക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എടീ നീയും പൂപ്പിയും കൂടുതലൊരു ഫോട്ടോ തരുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ ഓൾഡ് ഫാഷനാണ് മാൻ, ഇപ്പം അതൊന്നും എസ്തെറ്റിക് അല്ല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ കൈ വിത്ത് പൂപ്പിൻ്റെ തല ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ നിനക്ക് തരാമെന്ന്. എസ്തെറ്റിക്കാണത്രേ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവിടെ തല നേരെയുള്ള ഫോട്ടോ നോക്കി വൃത്തിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് തല തിരിഞ്ഞ് കിടക്കുന്നവരെണ്ണം. എന്തായാലും ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി. വരച്ച് വന്നപ്പോൾ ഇതിപ്പോൾ പട്ടിയാണോ പശുവാണോ എന്നൊരു സംശയം. പിന്നെ നമുക്ക് ഈ മായ്ക്കിടബറൊക്കെ ഉള്ളതുകൊണ്ട് മായ്ച്ച് അങ്ങോട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വരയ്ക്കാൻ വേണ്ടി ഫോട്ടോ ചോദിച്ചാൽ ഇങ്ങനെ സിമ്പിൾ ഫോട്ടോസ് തരുന്നത് എൻ്റെ ഡാക്കുവിൻ്റെ ഒരു ഹോബിയാണ്. പണ്ട് കോളേജിൽ ഇവളെ വളയ്ക്കാൻ വേണ്ടി ഇവളുടെ തന്നെ ഒരു ഫോട്ടോ ചോദിച്ചു. അപ്പോൾ അതേ തലയിൽ കൂടെ മുടിയൊക്കെ വാരി എടുത്തിട്ട് ഒരു അന്യൻ കോലത്ത് ഉള്ളൊരു ഫോട്ടോ, അതാണ് എനിക്ക് അയച്ചു തന്നത്. അതൊക്കെ ഒരു കാലം, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. പോയി കുറച്ച് കഞ്ഞി കിട്ടുമോ നോക്കിയിട്ട് വരാം.